രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ്. ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം L2 അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനൊരു സിനിമയാണ്. ലൈക്കയുടെ ഒരു പ്രസൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. UK, USA, ദുബായിലൊക്കെ രാജ്യം. ആശീർവാദിൻ്റെ 34th ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും: മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ, 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ്, സത്യനന്ദിക്കാടിൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതിലുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇവൻ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. OTTക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷേ വീണ്ടും ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആശീർവാദം ഇനിയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആശീർവാദിൻ്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? സന്തോഷം. അപ്പോൾ ഇന്ന് ആശീർവാദ് സിനിമാസ് തുടങ്ങിയിട്ട് 25 വർഷമാവുന്നതിൻ്റെ ആഘോഷവും ഇപ്പം എമ്പുരാൻ്റെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ലൂസിഫർ, എമ്പുരാൻ ഈ 2 സിനിമകളുടെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് ആൻ്റണി ചേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആശീർവാദ് സിനിമാസിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കഥകൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 25ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാകാൻ സാധിച്ചു, ഇപ്പോൾ എമ്പുരാനിലും ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം. അപ്പം ഇവിടെ നിന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും സന്തോഷം. ബാക്കി അടുത്ത് കയറി പരിപാടികളൊക്കെ കണ്ടായിട്ട് പറയാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം, ഇതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്.
നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഹലോ, ഹായ്. ആശീർവാദിൻ്റെ 25th ആനിവേഴ്സറിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭയങ്കര സന്തോഷം ഈ ഒരു ഇവൻസിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും. താങ്ക് യു ഗൈസ്. എന്താ എമ്പുരാൻ? യെസ്, എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നല്ല. അപ്പോൾ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എമ്പുരാനിൽ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണും.